ഹായ് ഗൈസ്, NKD എക്സ്പ്ലോററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഫ്രഞ്ചുകാരുടെ കണ്ണിലുണ്ണിയായ പോണ്ടിയിലേക്കാണ്, അഥവാ പോണ്ടിച്ചേരി. ഫ്രണ്ട്സുമായിട്ടാണ് ഇന്ന് യാത്ര പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതിപ്പോൾ പോകുന്നത് വിഴുപ്പുറത്തേക്കാണ്. അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ പോകുന്ന പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ട്രെയിൻ ഉണ്ട്. ചിലത് ഡയറക്റ്റ് പോണ്ടിയിലേക്ക്, മറ്റു ചിലത് വിഴുപ്പുറത്തേക്ക്. പിന്നെ അവിടെ നിന്ന് പോണ്ടിയിലേക്ക് ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ പോകാം. ആൻഡ് കേരളത്തിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസസും അവൈലബിൾ ആണ്. ഫ്രണ്ട്സുമായി ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്ഥിരം സീനാണിത്. സ്നാക്സിന് വേണ്ടി അടി. ഈ കഴിച്ചത് ഉഴുന്നുവടിയല്ലായിരുന്നു, ഉപ്പുവടിയായിരുന്നു. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. ഗൈസ്, അങ്ങനെ ഇപ്പോൾ വിളുപ്പുറത്തെത്തി. ഇപ്പോൾ സമയം 12:45. 15 മിനിറ്റ് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ ബസ് പോണ്ടിച്ചേരിക്ക്. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി എത്തി. അപ്പോൾ വിളുപ്പുറത്ത് നിന്നും ഇവിടേക്ക് ബസ് ഫെയർ പെർ ഹെഡ് 33 രൂപയാണ്. ഇനി ഇവിടെ നിന്ന് ആറോവിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ നേരെ പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടെ ആറോവിൽ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ അടുത്താണ് നമ്മൾ റൂമുള്ളത്. സോ നമ്മൾ ഏർലി ചെക്ക് ഇൻ ചെയ്യാൻ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ്. സൺറൈസ് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്. ഇവിടെ വണ്ടി അവൈലബിൾ ആയിരിക്കും റെൻറ്റിന്. ഫാമിലി ഫ്രണ്ട്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. ഓക്കെയാണ്. ആക്കളാണ് നമ്മുടെ റൂം. അതിന് പുറമെയാണ് ബീച്ച് വരുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം ടൂർ കാണാം. അങ്ങനെ ബാൽക്കണിയിലോട്ട് വന്നാൽ ആറോവിൽ ബീച്ചിൻ്റെ ഒരു മനോഹരമായ വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റിയലി ബീച്ചിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. ഒരുപാട് ഫുഡെന്ന് പറയില്ല. ഓക്കെയാണ് റൂം. നമ്മളിപ്പോൾ ഒരു വണ്ടി റെൻറ്റിനെടുത്തു. റെൻറ്റിന് പെർ ഡേ 400 ആയി.
നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്, മാട്രി മന്ദിർ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. പുറത്ത് കാണുന്ന മാട്രി മന്ദിരുടെ ഒരു മോഡലാണത്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഉൾവശം. മാട്രി മന്ദിറിൻ്റെ ഇന്നർ ചേംബറിലേക്ക് പോകാൻ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് 1 ഡേ മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇവിടെ വിസിറ്റിംഗ് സെൻറ്ററിൽ വന്നിട്ട് ദെൻ അതിൻ്റെ അകത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യാം. പാസ് മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പാസ് മേടിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ആ വഴിയിലൂടെ അങ്ങനെ മന്ദിറിലേക്ക് പോകണം. പാസ് ഫ്രീ ആണ്. അവിടെ നിന്ന് പാസ് മേടിച്ചിട്ട് 1.5 കിലോമീറ്റർ വാക്ക് ചെയ്ത് പോകണം. ഇത് വിസിറ്റിങ്ങിന് മാത്രമാണ്. ഫ്രഞ്ച് വനിതയായ മീര അൽഫാസ ദി മദർ എന്നും അറിയപ്പെടുന്നു. ഇവരുടെ ഐഡിയയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബോർഡേഴ്സും റിലീജിയനും പൊളിറ്റിക്സും ഇല്ലാത്ത ഒരു മനുഷ്യ കൂട്ടായ്മയെ രൂപീകരിക്കണം എന്ന അവരുടെ വിഷനിലാണ് ആറോവിൽ ഉണ്ടായത്. ആറോവിലിൻ്റെ ആത്മാവായാണ് മാട്രി മന്ദിറിനെ അവർ അഭിസംബോധന ചെയ്യുന്നത്. മറ്റു ദേവാലയങ്ങളെ പോലുള്ള ടെമ്പിൾ അല്ല ഇത്, മറിച്ച് സൈലൻറ്റ് മെഡിറ്റേഷനും ആത്മീയതയുടെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഇടമാണ്. 1971 ഇതിൻ്റെ തറക്കല്ലിടുന്നത്. പല കാരണങ്ങളാലും ഇത് പൂർത്തീകരിക്കാൻ 40 വർഷത്തോളമായി. വരുമ്പോൾ നമ്മൾ നടന്നു വന്നെങ്കിലും റിട്ടേണിംഗ് ടൈമിൽ നമുക്ക് ബസ്സിൽ പോകാം. അവർ നമ്മളെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്യും. ഗായ്സ്, നമ്മളിപ്പോൾ പ്രൊമനാട് ബീച്ചും വൈറ്റ് ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ടാളസ്റ്റ് ഗാന്ധി സ്റ്റാച്ചു ആണിത്. ഇതിന് 13 അടി ഉയരമുണ്ട്. പില്ലേഴ്സിൽ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഗാന്ധി സ്റ്റാച്യു പോകുന്നതിന് മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന കടകളുണ്ട്. അതൊന്ന് നോക്കാം. ഇവിടെ പോണ്ടിച്ചേരിയുടെ സുവനീറുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് ടൗൺ അഥവാ വൈറ്റ് ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് ഫ്രഞ്ച് കൊളോണിയൽ സെറ്റിൽമെൻ്റ് ആയിരുന്നു ഇവിടെ. അപ്പോഴുള്ള ആർക്കിടെക്ചറാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുക. ആ പഴയ കാലത്തിൻ്റെ മനോഹാരിത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്.
വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ അതെല്ലാം. വളരെ ഫോട്ടോഗ്രാഫിക് പ്ലേസസ് ആട്ടോ അതെല്ലാം. ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കേട്ടോ പോണ്ടിച്ചേരി. ഇവിടെ ഉള്ളവർക്ക് 2 സ്വാതന്ത്ര്യ ദിനമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഫ്രഞ്ച് അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു പോണ്ടിച്ചേരി. അങ്ങനെ 1954 നവംബർ 1 തീയതിയാണ് അവരുടെ അധികാരം കൈമാറുന്നത്. എങ്കിലും ലീഗലി ഇന്ത്യയുമായിട്ട് മെർജ് ആവുന്നത് 1964 ഓഗസ്റ്റ് 16 വളരെ വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്. ഈവനിങ് ടൈമിൽ വൈബായിരിക്കും ഇതിനേക്കാളും. നല്ല വെയിലട്ടോ. പിന്നെ പാലക്കാട്ടുകാർക്ക് വെയിലൊരു പ്രശ്നമല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് ബാധിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു സ്വിമ്മിങ് അളവില്ല, നമ്മൾ കാല് നനയ്ക്കാം. GTA Vice Cityയിൽ വരുന്ന ബിൽഡിങ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നിലൊരു കാക്കിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സീന് ഫുള്ള് മാറി. മുമ്പ് കണ്ടതുപോലെ അല്ലാതെ ഫുൾ വൈബാണ് ഇവിടെ.